പ്യാരെ ബച്ചോ, 5ാം ക്ലാസ്സിൽ പുതുതായി ഒരു ഭാഷ പഠിക്കാൻ അവസരം ലഭിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും പുസ്തകമൊക്കെ ലഭിച്ചിട്ടുണ്ടാവും അല്ലേ? 5ാം ക്ലാസ്സിലെ 1ാമത്തെ യൂണിറ്റിലുള്ള ഒരു ചിത്രമാണിത്. വളരെ മനോഹരമായൊരു ചിത്രമാണല്ലേ? ഈ ഒരു ചിത്രത്തിൽ എന്തെല്ലാമുണ്ട്, ആരെല്ലാമുണ്ട് എന്ന ഒരു ചോദ്യമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. യൂണിറ്റിൻ്റെ പേരായി ഇവിടെ നൽകിയിട്ടുള്ളത് ഘർ ബസായെ എന്നതാണ്. ഘർ ബസായെ എന്നതാണ് യൂണിറ്റിൻ്റെ പേര്. ഇനി ഈ യൂണിറ്റിലെ ഈ ചിത്രത്തിലെ എന്തെല്ലാമാണ് നമ്മൾ കാണുന്നത്, ആരെല്ലാമാണ് ഈ ചിത്രത്തിലുള്ളത് എന്നൊരു ചോദ്യമുണ്ട്. നമുക്കറിയാം, ഈ ചിത്രത്തിൽ നല്ല ഒരു മരമുണ്ട് അല്ലേ? നല്ലൊരു മരമുണ്ട്. മരത്തിന് ഉറുദുവിൽ പേട് എന്നാണ് പറയാം. പേട്. ഓക്കെ. ഇനി മരത്തിൻ്റെ താഴെ ഒരു ഘർ ഉണ്ട്, വീടുണ്ട്. ഒരു വീടും വീടിൻ്റെ പരിസരവുമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നമുക്കറിയാവുന്ന ഉറുദു പദങ്ങളൊക്കെ പറയാം. പിന്നെ ഇവിടെ ഒരു ബച്ചയുണ്ട്, ഒരു ലടുക്കുണ്ട്. ലടുക്ക സൈക്കിളിൽ പോവാണ്. സൈക്കിളിന് ഉറുദുവിൽ സൈക്കിൾ എന്നാണ് പറയാം. പിന്നെ ഒരു അബ്ബയുണ്ട്. അബ്ബയുടെ ഒരു ബേട്ടയുണ്ട്, മകനുണ്ട്. അമ്മിയുണ്ട്. ബാക്കിൽ കേത്തുണ്ട്, പേടുണ്ട്, തോത്തയുണ്ട്. ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇങ്ങനെ ഒരു മനോഹരമായ ചിത്രം നൽകി ഇനി നമ്മൾ 1ാമത്തെ പാഠത്തിലേക്ക് പോവുകയാണ്. പാഠത്തിന് മുമ്പ് വളരെ മനോഹരമായ 2-3 ചിത്രങ്ങൾ കൂടി നൽകിയിട്ടുണ്ട്. നല്ല ഒരു പ്ലാവ്, നല്ല സൂപ്പർ പ്ലാവാണ് അല്ലേ? ഈ പ്ലാവ് ഒരു വീടിന് മുമ്പിലാണ്. വീടിന് ഉറുദുവിൽ ഘർ എന്നാണ് പറയുക. വീട്ടിലേക്ക് അബ്ബ കടന്നു വരുന്നുണ്ട്. അബ്ബയുടെ കൈവശം എന്തോ ഉണ്ട്, ഒരു സഞ്ചിയുണ്ട്. എന്തായിരിക്കും സഞ്ചിയിൽ? ഈ അബ്ബ എവിടേക്കാണ് വരുന്നത്? നമുക്ക് നോക്കാം. ആവോ നൂരി ബേട്ടി, ആവോ നൂരി ബേട്ടി, അബ്ബാജാൻ ആയേ. ആവോ നൂരി ബേട്ടി, അബ്ബാജാൻ ആയേ. നൂരി എന്നുള്ളത് ഒരു കുട്ടിയുടെ പേരാണല്ലേ? നമുക്ക് തൽക്കാലം ഇവിടെ കളിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിയെ നമുക്ക് നൂരി എന്ന പേര് വിളിക്കാം. അബ്ബാജാൻ ആയേ. അബ്ബാജാൻ എന്ന് പറഞ്ഞാൽ ഇതാണ് അബ്ബാജാൻ. ആരാണ്? ഉപ്പ വന്നു. നൂരി ബേട്ടയെ വിളിച്ചു. ആരാ വിളിച്ചത്? അമ്മി വിളിച്ചു. ആരെ വിളിച്ചു? നൂരിയെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു അബ്ബാജാനായി, അബ്ബാജാന് വന്നു എന്ന് പറഞ്ഞു. ഓക്കെ. ഇനി അടുത്ത ഒരു ചിത്രം. ചിത്രത്തിൽ ആരൊക്കെ ഉണ്ട്? അബ്ബാജാനുണ്ട്, അമ്മിയുണ്ട്, നൂരിയുണ്ട്, നൂരിയുടെ ഒരു ഇക്കാക്കയുണ്ട് അല്ലേ? ഇനി എന്താ എഴുതിയത്? അബ്ബാജാൻ ആയേ, അബ്ബാജാൻ ആയേ. അബ്ബാജാൻ ബാസാർ സെ ആയേ, അബ്ബാജാൻ ബാസാർ സെ ആയേ. ആയേ എന്ന് പറഞ്ഞാൽ എന്താ? വന്നു. ബാസാർ സെ ആയേ എന്ന് പറഞ്ഞാലോ അങ്ങാടിയിൽ നിന്ന് വന്നു. അബ്ബാജാൻ ആം ലായേ, അബ്ബാജാൻ ആം ലായേ, അബ്ബാജാൻ ആം ലായേ. എന്താ കൊണ്ടുവന്നത്? മാങ്ങ കൊണ്ടുവന്നു. അബ്ബാജാന്
മാങ്ങ കൊണ്ടുവന്നു. അബ്ബാജാൻ എങ്ങനത്തെ മാങ്ങയാണ് കൊണ്ടുവന്നത്? അബ്ബാജാൻ പക്കേ പക്കേ ആംലായ. അബ്ബാജാൻ പക്കേ പക്കേ എന്ന് പറഞ്ഞാൽ പഴുത്ത അല്ലെങ്കിൽ പാകമായ ആമ് കൊണ്ടുവന്നു. ഇനി കൊണ്ടുവന്നിട്ടെന്താ? ഇനി നമുക്ക് നോക്കാം. ആവോ അജ്മൽ ഭയ്യ, അബ്ബാജാൻ ആയെ. ആവോ അജ്മൽ ഭയ്യ, അബ്ബാജാൻ ആയെ. അജ്മൽ ഭയ്യയെ ആര് വിളിച്ചു? നൂരി വിളിച്ചു. ആവോ അജ്മൽ ഭയ്യ. ഭയ്യ എന്ന് പറഞ്ഞാൽ സഹോദരനാണ്. അപ്പോൾ സഹോദരനെ വിളിക്കലാരാ വിളിക്കുക? സഹോദരി വിളിക്കും. സഹോദരി ആരാണ്? നൂരിയാണ്. നൂരി നമ്മൾ നേരത്തെ അമ്മി വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്തു ചെയ്യാണ്? അജ്മൽ ഭയ്യയെ നൂരി വിളിക്കാൻ. ആവോ അജ്മൽ ഭയ്യ, അബ്ബാജാൻ ആയി. അബ്ബാജാൻ വന്നു. മീട്ടേ മീട്ടേ ആംലായെ. മീട്ടേ മീട്ടേ ആംലായെ. ഇതാ മീട്ടേ മീട്ടേ എന്ന് പറഞ്ഞാൽ എന്താ? മധുരമുള്ള മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ട്. ദോനോ അബ്ബാജാക്കെ പാസ് ഗേ. ദോനോ അബ്ബാജാക്കെ പാസ് ഗേ. രണ്ടുപേരും ആരുടെ അടുത്തേക്ക് പോയി? അബ്ബാജാൻ്റെ അടുത്തേക്ക് പോയി. അബ്ബാജാൻ്റെ അടുത്തേക്ക് പോയി. നൂരി ഖുഷി സേ ഗീത് ഗാനെ ലഗി. നൂരി സന്തോഷത്തോടു കൂടി പാട്ട് പാടാൻ തുടങ്ങി. ഇനിയാണ് നമ്മുടെ പാഠം. പാഠത്തിൻ്റെ പേരാണ് അബ്ബാ ആയെ. പാഠത്തിൻ്റെ പേരെന്താണ്? അബ്ബാ ആയെ.